ഹലോ, ഇന്ന് ചെറുപയർ പരിപ്പ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ടേസ്റ്റി ആയിട്ടുള്ള പായസം വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ഉരുക്കി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ കൊത്തിയിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കാഷ്യൂനട്ടിൻ്റെ കളർ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തന്നെ റേസിൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നെയ്യിൽ നിന്ന് മാറ്റാം. ഇനി ഇതേ നെയ്യിലേക്ക് ഒരു 1/2 കപ്പ് ചെറുപയർ പരിപ്പ് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ട് വാർന്നെടുത്തതിന് ശേഷം മാത്രം നെയ്യിലിട്ടിട്ട് വറുത്തെടുക്കാൻ പാടൂ. എന്നാലും നമുക്ക് പെട്ടെന്ന് ഇത് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചെറുപയർ പരിപ്പ് നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതൊരു കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്കുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കരയുടെ അളവിൽ മാറ്റം വരുത്താം. ഇനി വെന്ത ചെറുപയർ പരിപ്പ് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ച് ശർക്കര നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ചെറുപയർ പരിപ്പ് ശർക്കരയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ചെറുപയർ പരിപ്പിലേക്ക് ശർക്കര നന്നായിട്ട് പിടിച്ചു വരുന്നവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ചെറുപയർ പരിപ്പും ശർക്കരയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങയുടെ 2ാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 കപ്പ് 2ാം പാലാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വീണ്ടും ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ അതുവരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് വീണ്ടും നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങയുടെ 1ാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1ാം പാൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഒരുപാട് അങ്ങ് തിളപ്പിച്ചെടുക്കരുത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ചുക്കുപൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂനട്ട്, കിസ്മിസ്, അതുപോലെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്ത് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചെറുപയർ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പോൾ വീണ്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം.